അക്ബർ എന്തായാലും അക്ബറിന്റെ സെപ്റ്റിക് സ്വഭാവം പുറത്തു കാണിച്ചു. അക്ബർ എടുത്ത ആ ഒരു പദപ്രയോഗത്തോട് തീർത്തും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ബിഗ് ബോസ് ഡേ 3 എപ്പിസോഡ് നമ്പർ 4. രേണു സുധിയോട് ഒരുപാട് വിയോജിപ്പുകളും അതുപോലെ തന്നെ രേണു സുധി എടുക്കുന്ന ഒരുപാട് കാര്യങ്ങളോട് തീർത്തും എതിർപ്പുമുള്ള ഒരാളാണ് ഞാൻ. എന്നിരുന്നാൽ പോലും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട്, അതിന് സ്ത്രീ എന്നൊരു പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് ഏതൊരു വ്യക്തിയോട്, അത് ആണായാലും പെണ്ണായാലും ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുമ്പോൾ അത് എന്തുമാത്രമാണ് ആ മനുഷ്യനെ വേദനിപ്പിക്കുന്നതെന്നും അത് എന്തുമാത്രമാണ് ഒരാളുടെ പേഴ്സണലായിട്ട് അതിനെ ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്നതെന്നും ഒരിക്കൽ അങ്ങനെയുള്ളൊരു പദപ്രയോഗത്തോടു കൂടി അധിക്ഷേപിക്കപ്പെടണം. കഴിഞ്ഞതിന് ശേഷം പല കുറി രേണുസുതി ആ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ്ലി പറയുന്നതായിട്ട് കണ്ടു. ഒരുപക്ഷെ അത് ഉള്ളിൽ തട്ടിയിട്ട് തന്നെ ആയിരിക്കണം. പല കാര്യങ്ങളിലും അവരുടെ ഗെയിം രീതികളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവർ ആ ഒരു കാര്യത്തിനപ്പുറം അവർ അതിന് ഒരുപാട് പ്രാവശ്യം പറയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ അത്രയേറെ അത് ടച്ച് ചെയ്തിട്ടുണ്ടാവണം. അവർ അത് ആരോടെല്ലാമാണോ പോയി പറയുന്നത് അവർക്കും അതേ രീതിയിൽ തന്നെയാണ് അത് എടുത്തിട്ടുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഒരുപാട് രീതികളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. നമുക്ക് പല രീതിയിലുള്ള പദങ്ങളിലൂടെ പലരും നമ്മൾ വിളിക്കാറുമുണ്ട്. സെപ്റ്റിക് ടാങ്ക് നമ്മൾ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരാള് സെപ്റ്റിക് ടാങ്ക് പോലെയാണ് എന്ന് പറയുമ്പോൾ ഈ അക്ബർ എന്ന് പറയുന്ന ആ ഒരു ഗായകൻ, അദ്ദേഹം പാട്ടുകൊണ്ടൊക്കെ മികച്ച ആളായിരിക്കാം. അദ്ദേഹത്തിന്റെ സ്റ്റാർ സിംഗറിലെ പാട്ടും വളരെ മികച്ചത് തന്നെയായിരുന്നു, അതിലൊന്നും എതിരഭിപ്രായമില്ല. പക്ഷെ മനസ്സിന്റെ വലിപ്പവും അതുപോലെ തന്നെ മനസ്സിനകത്ത് എന്തുമാത്രം ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്നു എന്നതിന്റെയും വളരെ വ്യക്തമായ തെളിവാണ് ഈ അക്ബർ ഈ ഒരു പദത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാപ്പ് പറച്ചിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഒരു ഏറ്റുപറച്ചിലോ അത് തീരുന്ന ഒരു കാര്യമല്ല. കാരണം അത്രത്തോളം വളരെ തരം താഴ്ന്ന രീതിയിൽ തന്നെയാണ് അക്ബർ ആ ഒരു വിളി അവിടെ നടത്തിയിട്ടുള്ളതും ആ ഒരു പദപ്രയോഗത്തോടു കൂടി ഈ പറയുന്ന മറ്റൊരു കണ്ടസ്റ്റന്റിനെ അഭിസംബോധന ചെയ്തത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കുടുംബമായി ജീവിക്കുന്ന ഇടമാണ്. പലർക്കും പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള ആളുകളായിരിക്കും, പല ഇടങ്ങളിൽ വന്നവരായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന എന്ത് മത്സരം ഉണ്ടെങ്കിൽ പോലും ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാവുന്ന ഒരു ബന്ധം അവിടെ ഉണ്ടാവണം. കാരണം പുറത്തിരിക്കുന്നവർ കാണുന്നത് അതിനെ ഒരു കുടുംബമായിട്ടാണ്. അതിനകത്ത് നിങ്ങളുടെ ഒരു കുടുംബത്തിനകത്ത് വഴക്കുണ്ട്, ചിരിയുണ്ട്, സന്തോഷമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുമുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിൽ ഒപ്പമുള്ള ഒരാളെ വിളിക്കുമ്പോൾ അത് എന്തുമാത്രം ക്രൂരമായ ഒരു ചിന്താഗതിയുള്ള ആളെ കൊണ്ടേ അത് സാധിക്കുമെന്നാണ് ഞാനിപ്പോ ആലോചിച്ചു പോകുന്നത്. അതുകൊണ്ട് അക്ബർ എടുത്ത ഈ ഒരു ഇതോടുകൂടി അക്ബറിന്റെ ഗ്രാഫ് വളരെയേറെ താഴെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അക്ബറിന് വോട്ട് ചെയ്തവർ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ അത്രയേറെ അന്ധമായി നിൽക്കുന്ന ആരാധകർ മാത്രമായിരിക്കും ഈ പറയുന്ന അക്ബറിനെ അനുകൂലിക്കുന്നത്. അക്ബർ അനുകൂല പേജുകളിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാസ് BGM ഒക്കെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ അവിടെ അക്ബറും പ്രതീക്ഷിച്ചത് പുറത്തേക്ക് പോകുമ്പോൾ രേണുവിന് പുറത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെടുത്തിട്ട് ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇതൊരു BGM ഒക്കെ ഇട്ട് പുറത്ത് കത്തിക്കാനുള്ള ഒരു സാധനമായിരിക്കും എന്നാണ് ഈ പറയുന്ന അക്ബർ കരുതിയിട്ടുണ്ടാവുക. എന്തുകൊണ്ടും പുറത്തെടുത്തിട്ടുള്ള ടേക്ക് മറ്റൊന്നാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം രേണു സുധിയോട് പുറത്ത് എതിർപ്പുള്ളവർക്ക് പോലും ഈ ഒരു വിഷയത്തിൽ അനുകൂലിക്കാൻ സാധിക്കില്ല. കാരണം തീർത്തും വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഒരു സമയത്ത് ഈ പറയുന്ന ആള് രേണു സുധിയുടെ മേലെ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റു വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എപ്പിസോഡ് 4 വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നോർമലായിട്ട് തന്നെ പോകുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഉണ്ടായിട്ടുള്ള പണിഷ്മെന്റും അതുപോലെ തന്നെ മറ്റു കോയിൻ ടേക്കിംഗ് ആയിട്ടുള്ളത് അതൊരു ഫിസിക്കലും കൂടി വേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഫിസിക്കലുള്ള ആളുകൾ കുറച്ച് മുന്നിൽ നിന്നു, അവർ അത് വിജയിക്കുന്നത് കണ്ടു. അതിൽ അവസാനം കുറച്ച് മാറ്റങ്ങൾ വരുത്തി അതിനുള്ളിൽ തന്നെ പണിഷ്മെന്റ് ആഡ് ചെയ്യുന്ന രീതിയിൽ നല്ല പണി, 7ന്റെ പണി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ബിഗ് ബോസ് വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നൈറ്റിൽ പോലും ഒരു ഉറങ്ങാൻ വിടാതെ നല്ല രീതിയിൽ ഒരു എൻഗേജ്ഡ് ആക്കി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓരോ ടൈമിനെ ലൈവ് പോലും വളരെ ആക്റ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ സീസണിലും ഒരുതരം മന്ദതയും ഒരുതരം എന്താ പറയാ ഒരു എവിടെയെങ്കിലും കുറച്ച് സൈലൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സീസണിൽ അങ്ങനെയല്ല, വളരെ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു സീസൺ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നെല്ലാം മികച്ച പെർഫോമൻസ് പുറത്തു വന്നാൽ മാത്രമേ ഇവരിൽ ഒരാൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കപ്പടിക്കാനും പുറത്ത് നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. പിന്നെ
എല്ലാ സീസണിലും എന്നതുപോലെ പുറത്ത് കുറേയേറെ ടീമുകളുടെ PR നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഓൺലൈൻ ഹാൻഡിലുകൾ കണ്ടാൽ മനസ്സിലാവും. PR അതേ രീതിയിൽ നിൽക്കുക. PR ചതിക്കുഴിയിൽ വീഴാതെ നല്ലപോലെ ഗെയിം കളിക്കുന്ന, കഴിഞ്ഞ PR വർക്ക് വഴി വിജയിച്ച ആളുടെ ക്വാളിറ്റി എന്താണെന്ന് പുറത്തിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ PR വലകളിൽ വീഴാതെ വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രേണുസുതിയുടെ പുറത്തുള്ള ഒരുപാട് രീതികളോട് ഒരുപാട് ശക്തമായ വിയോജിപ്പുള്ള ആളാണ്. രേണുസുതി തുടക്കകാലങ്ങളിൽ ബിഗ് ബോസിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോടും എനിക്ക് എതിർപ്പുണ്ട്. പക്ഷെ രേണുസുതി നല്ലൊരു പ്ലെയർ ആയിട്ട് അവിടെ തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം ഇവിടെ BB ഹൗസിനകത്ത് അവർ എന്താണോ, ഏതൊരു മത്സരാർത്ഥിയായാലും അവരവിടെ എങ്ങനെയാണോ ആ ഒരു ടേക്കിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് എ ഗെയിം. ഇതൊരു ജീവിതമല്ല, ഇത് ഗെയിമാണ്. ആ ഗെയിം എങ്ങനെ കളിക്കുന്നോ ആ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പുറത്ത് ഒരുപാട് പേർക്ക് രേണുസുതിയോട് വിയോജിപ്പുണ്ട്. അവരെല്ലാരും തന്നെ ഈ അവസരത്തിൽ പല രീതിയിൽ പല കഥകൾ മെനയാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുതി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി നല്ലപോലെയാണ് കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ന പക്ഷമാണ് എനിക്കുള്ളത്. പക്ഷേ രേണുസുതിയുടെ പുറത്തുള്ള അതേ ഫേസ് ആണ് അകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ശക്തമായ രീതിയിൽ തന്നെ വിമർശിക്കും, അത് ശക്തമായ രീതിയിൽ തന്നെ എതിർത്ത് പറയും. അതിന് ആര് തന്നെയായാലും അവിടെ ആരോടും പ്രത്യേകിച്ചൊരു മമതയില്ല. അതുകൊണ്ട് തന്നെ ആരാണോ നല്ല പോലെ കളിക്കുന്നത് അവർക്കായിരിക്കും പിന്തുണ കൊടുക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളുടെ എപ്പിസോഡുകൾ നമുക്ക് സസൂക്ഷ്മം വീക്ഷിക്കാം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.